ഹലോ ഗായ്സ്, ഞങ്ങളങ്ങനെ ബാണാസുര എത്തിയിട്ടാ. ബാണാസുരയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഡാമിൻ്റെ പരിസരത്തെ കടകളാണ് കേട്ടോ. ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് ഇവിടെ, ഫ്രീ ആണ്. സുഹൃത്തുക്കളെ, ബാണാസുര ഡാമിൽ നിന്ന് ലീക്കാവുന്ന വെള്ളമാണോന്ന് അറിയില്ല ഇവിടെ. ഹലോ ഗായ്സ്, ഞങ്ങളങ്ങനെ ബാണാസുര എത്തിയിട്ടാ. ബാണാസുരയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബാണാസുര ഡാമിൻ്റെ പാർക്കിങ്ങാണ് കാണാം. അടിപൊളി. സുഹൃത്തുക്കളെ, ബാണാസുര ഡാമിൻ്റെ പരിസരത്തെ കടകളാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. അപ്പോൾ ആളുകൾ കൂടുതൽ വരുന്ന സ്ഥലമാണ്. ഇഷ്ടംപോലെ കടകളുണ്ട്. ഓണസദ്യയൊക്കെ ഇപ്പോഴും അവൈലബിൾ. ഐസ്ക്രീം ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഗായ്സ്, ഫൈനലി ഞങ്ങൾ ബാണാസുര ഡാമിൻ്റെ അവിടെ എത്തിയിട്ടാണ്. വയനാട്. ഐ ലവ് വയനാട്. ഇതിൻ്റെ ഇവിടുത്തെ മനോഹരമായ ഒരു പ്ലേസാണ്. ശരി, ഇവിടെ ഫോട്ടോ എടുത്തിട്ട് വാ. അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പോയാൽ എങ്ങനെ ശരിയാണ്? വാ. ഓക്കെ. സുഹൃത്തുക്കളെ, ഡാമിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നത്. ഷീറ്റാണോ ഈ സോളാർ പാനലാണോന്ന് അറിയാം. ഇവിടുന്ന് ഞാൻ നോക്കുമ്പോൾ അങ്ങനെ വൈബ് കാണുന്നുണ്ട് നമുക്ക്. വെയിലില്ല. പിന്നെ ഇപ്പം സെപ്റ്റംബർ ടൈം ആയതുകൊണ്ട് തണുപ്പ് ടൈമാണ്. പിന്നെ ജൂൺ ജൂലൈ ടൈമിലൊക്കെ ഈ പുല്ലുകളും എല്ലാം കിളിർത്തുകൊണ്ട് നല്ലൊരു വൈബാണ്. ഇതൊക്കെ മനോഹരമാണ്. ഈ പച്ചപ്പുല്ല് ആരും ഉണ്ടാക്കാതെ തന്നെ വളർന്ന പ്രകൃതി രമണീയമായിട്ടുള്ള മനോഹരമായ കാഴ്ചയാണ്. ഇതൊക്കെ ഇവിടെയുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒരു ബോറായി തോന്നി. ഇത് പുല്ലല്ലേ എന്ന് പറയും. പക്ഷേ ഇതിനൊരു മനോഹാരിത ഉണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് ഇവിടെ, ഫ്രീ ആണ്. ബാണാസുര ഡാമിൻ്റെ മുന്നിലാണ് ഈ ചിൽഡ്രൻസ് പാർക്ക്. ബാണാസുര ഡാമിൻ്റെ ഉള്ളിലാണ് ഈ ചിൽഡ്രൻസ് പാർക്ക് കേട്ടോ. ഒരുപാട് പഴക്കമൊന്നുമില്ല. കിഡ്സ് പാർക്കാണ്. അങ്ങനെ ഇവിടെ കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാം, ചിരിക്കാം, ആർത്തുല്ലസിക്കാം. സുഹൃത്തുക്കളെ, ബാണാസുര അണക്കെട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു എന്താ പറയുക, സുഹൃത്തുക്കളെ, ബാണാസുര ഡാമിൽ നിന്ന് ലീക്കാവുന്ന വെള്ളമാണോന്ന് അറിയില്ല. ഇവിടെ ഒരു കാട്ടരുവി കാണുന്നുണ്ട്. ഇവിടെ ബ്ലോക്ക് ആക്കിയപ്പോൾ അവിടെ പൊന്തിയാണ്. ഇതൊരു പാടാണ് സംഭവം അല്ലേ. കുറച്ച് നടക്കണം കേട്ടോ. സുഹൃത്തുക്കളെ, ഇങ്ങനെ നടന്ന് അവിടെ എത്തണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണാനാണ് ഉള്ളത്. കുറച്ച് നടക്കാൻ പറ്റുന്നവർക്കൊക്കെ ഈ വഴിക്ക് വന്നാൽ മതി. പറ്റ വയസ്സായാലൊക്കെ ഈ വഴിക്ക് വരാതിരിക്കാൻ നല്ലത്. പിന്നെ വയസ്സായ ആളുകൾക്ക്, നടക്കാൻ കഴിയാത്തവർക്ക് ട്രെക്കിംഗ് ഉണ്ട്. KCBൻ്റെ ട്രക്കൊക്കെ ഇവിടെ കണ്ടു. അവരെ കൊണ്ടുപോകാൻ ട്രെക്കിംഗ് ഉണ്ട്. പിന്നെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. ബൈക്ക് റൈഡും ഉണ്ടോ? ആ പോണ സിപ്പ് ലൈൻ.